കൊച്ചി തീരത്ത് അപകടത്തിൽപ്പെട്ട കപ്പലിന്റെ ഇരുമ്പ് ഭാഗങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിച്ചു. പറയക്കടവിലുള്ള കാർത്തികേയൻ എന്ന ബോട്ടിലെ മത്സ്യത്തൊഴിലാളികൾക്കാണ് ഇരുമ്പ് ഭാഗങ്ങൾ ലഭിച്ചത്. കപ്പലിന്റെയോ കണ്ടെയ്നറിന്റെയോ ഭാഗങ്ങളാണെന്നാണ് സൂചന. വൈകുന്നേരം കറുപ്പിന്റെ വല തെക്കോട്ട് 22 നോർത്തുനിന്ന് തെക്കോട്ട് വലിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് ബോട്ടിൽ എന്തോ കുടുങ്ങിയതായിട്ട് തോന്നി. അങ്ങനെ ഞങ്ങൾ വലയെടുത്ത് നോക്കിയപ്പോഴത്തേക്ക് വലയിടാത്ത് എന്തോ വെയിറ്റുള്ള സംഭവം ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ വല പിടിച്ച് നോക്കിയപ്പോൾ ഞങ്ങളുടെ കയ്യിലും ഒന്നും നിൽക്കുന്നില്ല. നല്ല വെയിറ്റ് അമിത ഭാരമുള്ള എന്തുവാന്ന് മനസ്സിലായി ഞങ്ങൾക്ക്. ഞങ്ങളപ്പോൾ കുറച്ച് റോപ്പെടുത്ത് വലിച്ച് കെട്ടിയൊക്കെ അടിച്ച് നോക്കിയപ്പോഴത്തേക്ക് എന്തോ ഒരു താങ്ങുന്ന കപ്പലിൻ്റെ അകത്തുനിന്ന് വീണ കണ്ടെയ്നറും മറ്റെന്തോ ഉപകരണമെന്ന് മനസ്സിലായി. ഞങ്ങൾ അതിൽ നിന്ന് വലിച്ചെടുത്തപ്പോഴത്തേക്ക് ഞങ്ങൾ വലയൊക്കെ രണ്ടായിട്ട് മുറിഞ്ഞു പോയി. ഭാരമുള്ള സാധനത്തിന്റെ പകുതി ഞങ്ങൾ കെട്ടി വലിച്ചെടുത്തപ്പോഴത്തേക്ക് പകുതി കിട്ടുകയും പകുതി വെള്ളത്തിൽ താഴ്ന്നു പോവുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി അരുൺരാജ് ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന്. അരുൺരാജ്, ഈ കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറിലെ വസ്തുക്കൾ, അതിലെ രാസവസ്തുക്കളൊക്കെ കടലിൽ കലർന്നിട്ടുണ്ടോ എന്ന ഭയത്തിൽ ആളുകൾ മത്സ്യം വാങ്ങുന്നില്ല എന്നത് ഒരു വശത്തെ പ്രതിസന്ധി. അതിനപ്പുറത്തേക്ക് കടലിൽ വലയിറക്കിയാൽ അത് തന്നെ കുരുങ്ങിപ്പോകുന്ന, അത് തിരികെ കിട്ടാത്ത വിധം നശിച്ചു പോകുന്ന നിലയിലേക്ക് ഈ കപ്പലും കണ്ടെയ്നറിന്റെ ഭാഗങ്ങളും മത്സ്യത്തൊഴിലാളികൾക്ക് അടുത്ത തിരിച്ചടിയാവുകയാണല്ലോ. തീർച്ചയായും ഗൂഗിളിൽ കൊച്ചി തീരത്തെ കപ്പലപകടം മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് വലിയ നാശനഷ്ടമാണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ കടലിന്റെ അടിത്തട്ടിലേക്ക് മത്സ്യബന്ധനത്തിന് പോകുമ്പോൾ ഈ മത്സ്യബന്ധന യാനങ്ങളുടെ വലകൾ പൂർണ്ണമായും നശിക്കുന്നതാണ് ഇപ്പോഴുള്ള പ്രതിസന്ധിയായി മത്സ്യത്തൊഴിലാളികൾ ചൂണ്ടിക്കാട്ടുന്നത്. ഇന്ന് പറയക്കടവിലുള്ള കാർത്തികേയൻ എന്ന ബോട്ടിലെ മത്സ്യത്തൊഴിലാളികളാണ് കടലിൽ മത്സ്യബന്ധനത്തിനായി പോയത്. ഇതിനിടയിലാണ് കണ്ടെയ്നറിന്റെയോ കപ്പലിന്റെയോ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള സാധനങ്ങൾ, അത് ഇരുമ്പ് സാധനങ്ങളാണ്, അത് ഈ വലയിൽ കുരുങ്ങിയത്. തുടർന്ന് ഇത് വലിച്ചു കയറ്റാൻ ശ്രമിക്കുന്നതിനിടയിൽ വല പൂർണ്ണമായും കീറി നശിച്ചു എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. 2 ദിവസം മുമ്പ് മത്സ്യത്തിനൊപ്പം ഇവർക്ക് തന്നെ കശുവണ്ടിയും ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. ഈ വലിയഴീക്കൽ തീരത്ത് നിന്ന് 7 നോട്ടിക്കൽ മൈൽ മുതൽ ദൂരേക്ക് പോകുമ്പോൾ, അതായത് സംസ്ഥാന അതിർത്തിയുടെ ഭാഗമാണ് ഈ സമുദ്രത്തിന്റെ ഭാഗം, അവിടെ പോകുമ്പോഴെല്ലാം ഈ കപ്പലിന്റെ അവശിഷ്ടങ്ങൾ ഉണ്ടാകുന്നു. കണ്ടെയ്നർ ഈ കടലിന്റെ അടിത്തട്ടിൽ ഒഴുകി നടക്കുന്നു എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്ന ആശങ്ക. ഈ ഭാഗത്ത് മത്സ്യബന്ധനം നടത്താൻ കഴിയാത്ത സാഹചര്യം കൂടി ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്നുണ്ട്. ശരി, ഏതായാലും മുങ്ങിയ ചരക്ക് കപ്പലിന്റെ ഭാഗങ്ങൾ, കണ്ടെയ്നറിന്റെ ഭാഗങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്ക് കൂടുതൽ വെല്ലുവിളിയാവുകയാണ്. ഈ മൺസൂൺ കാലം കഴിഞ്ഞതിന് ശേഷം മാത്രമേ കപ്പൽ പൂർണ്ണമായി അവിടെ നിന്ന് മാറ്റാനാകൂ എന്നതാണ് മുഖ്യമന്ത്രി ഈ കപ്പൽ കമ്പനിയുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞത്. ഏതായാലും അതുവരെയും ഈ ദുരിതം തുടരും, അല്ലെങ്കിൽ പലയിടങ്ങളിലും കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് തടസ്സമാവുന്ന നിലയിൽ ആ കപ്പലിന്റെ ഭാഗങ്ങളും കണ്ടെയ്നറിന്റെ ഭാഗങ്ങളും കടലിലുണ്ട്.